വേഷം തന്നാലും ചെയ്യും. തുണിയും വേണം, പണവും വേണം. അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക്. ഇനിയിപ്പോൾ പോരാത്തത് നിങ്ങൾ തന്നോളൂ. വിശേഷമായി ഒരു അരി മേടിച്ച് പോകണ്ടേ മോനെ. 95 വയസ്സ് അമ്മയാണ്, 95 വയസ്സായി അമ്മയാണ് എനിക്ക്. അതിന് കഞ്ഞി കൊടുക്കണം. അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. മലയാള സിനിമയിൽ കുറെ നാളത്തിന് ശേഷമായി ഇങ്ങനെ ഒരു കഥാപാത്രം, ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? മലയാള സിനിമയിൽ ഒരു ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നില്ല എന്നത്. ഉടനീളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കൂതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ വേഷങ്ങൾ ആണ്. പക്ഷെ എനിക്ക് രണ്ട് കാര്യം മാത്രമേ വേണ്ടൂ. തുണിയും വേണം, പണവും വേണം, വേറൊന്നും വേണ്ട. കൂതറ വേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം, പിന്നെ പണം വേണം. അപ്പോൾ എന്ത് വേഷം ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്തൂരിമാനാണ് പറയത്തക്കൊരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ. പക്ഷെ അത് ഇതുപോലെയല്ലായിരുന്നു. കണ്ടവരെല്ലാവരും പറയും, ബാക്കി ഇനിയിപ്പം പറയണില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക, എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത്. ചെയ്തതൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പറയുക, തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയുക. അപ്പോഴല്ലേ ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കാണുമ്പോൾ എനിക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും. കല ഒരിക്കലും പൂർത്തിയല്ലല്ലോ. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ്. ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ. അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല, പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു. ആ ദത്ത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിയില്ല, അപ്പോൾ ആ കുട്ടീനെ അറിയിപ്പിക്കുന്നില്ല. അങ്ങനെ ദത്ത് കൊടുക്കുന്നു. പിന്നെ അവർ തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക. എല്ലാവരും പടം കാണുക, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേച്ചി തമിഴിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഇമോഷൻസ് ഉള്ള പടങ്ങളാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും വിശാലമായിട്ടുള്ള പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായി ഓടുന്നുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രങ്ങൾ മലയാളികൾ അത് യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതേപോലത്തെ ഒരു കഥാപാത്രം നന്നായി. ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാൽ അതില്ലാന്ന് പറയാനല്ലേ. അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക്. ഇനിയിപ്പോൾ പോരാത്തത് നിങ്ങൾ തന്നോളൂ. വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ല എനിക്ക്. കിട്ടുന്നതെല്ലാം നല്ലത്, കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ, അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെ കിട്ടട്ടെ. അരി മേടിച്ച് പോകണ്ടേ മോനെ. 95 വയസ്സ് അമ്മയാണ്, 95 വയസ്സായി അമ്മയാണ് എനിക്ക്. അതിന് കഞ്ഞി കൊടുക്കണം. അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് മാത്രമേ ഏത് വേഷം തന്നാലും ചെയ്യും. തുണിയും വേണം, പണവും വേണം. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.